വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവർക്കും വിനീതമായ നമസ്കാരം. എം.ടിയെ പറ്റി ഏറ്റവും സ്വകാര്യമായിട്ടുള്ള എന്നെ ആകർഷിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വേദിയുടെ ഔചിത്യവും അനാരോഗ്യവും കണക്കിലെടുത്ത് സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരില്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. എന്നെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ജെൻഡർ എഴുത്താൾ എന്ന രീതിയിൽ ഏറെ സ്വാധീനിച്ചത് എം.ടിയുടെ എഴുത്തിലെ ഏറ്റവും കൗശലകരമായിട്ടുള്ള പുനർവായന എന്ന സെഗ്മെൻ്റ് തന്നെയാണ്. ഐതിഹ്യങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ വളരെ സൂക്ഷ്മമായി അദ്ദേഹം പുനർവായിച്ചപ്പോൾ ധാരാളം ആളുകൾക്ക് അതൊരു വിമർശന വിഷയമായി. കാരണം അവിടെ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ കൃത്യമായി ഉറപ്പിച്ചിരുന്നു. അതിനെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തോടെ കണ്ട ധാരാളം മലയാളികളായിട്ടുള്ള ക്രിറ്റിസിസ്റ്റുകൾ നമുക്കുണ്ട്. ക്രിറ്റിസിസം വളരെ നല്ലതാണ്, പക്ഷെ അത് ആരോഗ്യകരമായിരിക്കണം എല്ലാ കാലത്തും എന്നതാണ് എഴുതുന്ന ആളുകൾക്കും കലയിൽ ഇടപെടുന്ന സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ആളുകൾക്കും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കാനുള്ളത്. രാമായണത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് ആയിരുന്നു ഊർമിള. ആ ഊർമിളയെ മറ്റൊരു രീതിയിൽ പുനർവായിച്ച് ശ്രീനിവാസൻ ചിന്താവിഷ്ടയായ ശ്യാമള എന്നൊരു ചിത്രം എടുത്തപ്പോൾ അത് വലിയ തോതിൽ അതിൻ്റെ ഒരു പുനർവായന ചർച്ച ചെയ്യപ്പെട്ടില്ല. എങ്കിലും വൈശാലി പോലുള്ള ചിത്രങ്ങളിലൊക്കെ എം.ടി പുലർത്തി വന്നിരുന്ന ആ ഒരു മറുവായനയെ വലിയ തോതിൽ സമൂഹം വിമർശിക്കുന്നത് കണ്ടിരുന്നു. അതത്ര ശ്ലാഘനീയമായൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. വിമർശനം വളരെ നല്ലതാണ്, പക്ഷേ ആ വിമർശനങ്ങളിൽ നിന്ന് ഒരു അനലിറ്റിക്കലായിട്ടുള്ളൊരു കാഴ്ചപ്പാട് പൊതുസമൂഹം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇന്നിവിടെ സംസാരിച്ച ഭൂരിഭാഗം ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകീർത്തിപരമായ കാര്യങ്ങളെപ്പറ്റി ഇവിടെ മെൻഷൻ ചെയ്തിരുന്നു. എനിക്ക് യുവതലമുറയോട് പറയാനുള്ളത്, എഴുത്തിലോ സാഹിത്യത്തിലോ കലയിലോ എല്ലാ മേഖലയിലും ഇടപെടുന്ന മനുഷ്യർക്ക് അവരുടേതായ വ്യക്തിപരമായ ജീവിതങ്ങളുണ്ടാകാം. ചിലപ്പോൾ അത് റിയലിസവുമായിട്ട് ഒരുപാട് ദൂരെയായിരിക്കാം, ഒത്തിരി അകലത്തിൽ നിൽക്കുന്നതായിരിക്കാം. അത് കരുതി അവർ നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ശൂന്യമാകുന്നില്ല, അല്ലെങ്കിൽ വൃഥാവിലാകുന്നില്ല എന്നത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഈ അടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ലതാ മങ്കേഷ്കർ നമ്മളെ വിട്ടുപോയപ്പോൾ ഞാൻ കരുതിയത് ധാരാളം അനുസ്മരണ പരിപാടികൾ കേരളത്തിലുടനീളം നടക്കുമെന്നാണ്. പക്ഷേ ലതാ മങ്കേഷ്കറിൻ്റെ ജാതിയെ പറഞ്ഞ്, അവരുടെ സാമ്പത്തിക വ്യവസ്ഥതയെ പറഞ്ഞ് അവരുടെ ഓർമ്മകളെ നിലനിർത്തുന്ന ഒരു പരിപാടി പോലും കേരളത്തിൽ നടന്നിട്ടില്ല എന്നത് ഏറ്റവും വേദനാജനകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു ലോബി കേരളത്തിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ പുതുതലമുറയോടുള്ള എൻ്റെ വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥന, വ്യക്തിപരമായ ജീവിതങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സർഗാത്മകമായ ഇടങ്ങളിൽ മനുഷ്യനെ മരണത്തിൽ നിന്ന് കരകയറ്റിയ എം.ടിയെ പോലുള്ള മഹാരഥന്മാർ എന്നും ആരാധിക്കപ്പെടണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. അതോടൊപ്പം എം.ടിയുടെ സ്മരണകൾക്ക് മുൻപിൽ ദീപ്തമായ പ്രണാമം, ആദരാഞ്ജലികൾ. നന്ദി.